ഹലോ, അല്ല പോയില്ലേ? പോയില്ല, എൻ്റെ പൈസ കിട്ടാൻ ഞാൻ അങ്ങനെ പോവും. അല്ല ഇനിയിപ്പോ ക്ലീറ്റസ് എപ്പോ വരുന്ന ഒന്നും പറയാൻ വയ്യ. 8:30 മണിയായില്ലേ? ക്ലീറ്റസ് വരട്ടെ, ക്ലീറ്റസ് വന്നതിന് ശേഷം പൈസ തന്നിട്ട് ഞാൻ പോകും. അല്ല അങ്ങനെ എന്താ, ഞാൻ നേരത്തെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ? നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ പൈസ കിട്ടിയാലേ ഞാൻ പോകുള്ളൂ. ക്ലീറ്റസിനെ ഒരു വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തിക്കുകയാണ്. ഒരു വർഷമായിട്ട് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കരുത്. ആ, എന്തെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ പറഞ്ഞോ, പൈസ വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ പൈസ തരാം, നിങ്ങളിപ്പോ പോ. എൻ്റെ പൈസ കിട്ടിയിട്ട് ഞാൻ പോവുള്ളൂ. ക്ലീറ്റസ് പറഞ്ഞില്ലേ പൈസ തരാം. നിങ്ങൾ ക്ലീറ്റസ് ഭാര്യയല്ലേ, നിങ്ങളെന്താ പൈസ? നിങ്ങൾ ഇവിടെ നേരം വെളുക്കണവരിരുന്നിട്ട് എന്താ കാര്യം? പൈസ ഉണ്ടെങ്കിലല്ലേ എനിക്ക് എടുത്ത് തരാൻ പറ്റുള്ളൂ. എന്തായാലും ക്ലീറ്റസിന്റെ ഭാര്യയല്ലേ, പൈസ എന്തായാലും വീട്ടിൽ കാണും. മക്കളെ, അവനൊന്ന് വന്നോട്ട്, ഒന്ന് ക്ഷമിക്ക്. അമ്മ ഒരു വർഷക്കാലമായിട്ട് എന്നിട്ട് പറ്റിക്കാണ് ക്ലീറ്റസ്. ഞങ്ങൾക്കറിയാം. അയാൾ പറയുന്നതിൽ കാര്യമില്ലേ? ഒരു അവധി പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവധി ആകുമ്പോൾ പൈസ തന്നെ കൊടുക്കണം. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ എന്തോ ചെയ്യാനാണ്? അവന്റെ വാക്കല്ലേ, ഞാൻ എന്ത് വേണം? പെണ്ണുങ്ങളല്ലെങ്കിൽ എന്ത് ചെയ്യാനാണെന്ന് ഇതുപോലെ എടുത്തുണ്ടായി കഴിഞ്ഞാല് പുള്ളി എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്ന എൻ്റെ അടുത്ത്? പുള്ളി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പുള്ളി എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്നത്? ഞങ്ങൾ മാന്യതകളൊന്നും കാണിച്ചില്ലല്ലോ. ഞങ്ങളുടെ നിവൃത്തിയേട് കൊണ്ടാണ്, നാട്ടുകാരൊക്കെ കണ്ട നാണക്കേടാ. ഇന്ന് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു ക്ലീറ്റസ്, ഞാൻ വന്നു. ഇന്നിന് പൈസ കിട്ടിയത് തരുമോ? അല്ല ഇവ ഒന്ന് വരാൻ പറഞ്ഞത് എന്തിന്? അങ്ങനെയാണെങ്കിൽ ഇവൻ അറിയാലോ മീറ്റിംഗ് എന്നോ മറ്റേ എറണാകുളത്ത് മേലെ ഉദ്ഘാടനം തേങ്ങ അരക്കൽ എന്താന്നുള്ളത് ഇവനെ കൃത്യമായിട്ട് അറിയാലോ. പിന്നെ ആ ദിവസം നോക്കിയിട്ട് പിന്നെ ഇവിടെ വരാൻ പറഞ്ഞത് എന്തിന്? മറന്നു പോയതായിരിക്കും ചേട്ടാ. അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റ് പറയണമായിരുന്നു. ഇന്ന് എന്നെ എന്തായിരുന്നാലും ഇന്ന് വരണം ചേട്ടാ, വീട്ടിൽ വന്നാൽ ഉടനെ കാശ് തരാം, കാശ് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറ്റിച്ചാണ് എന്നെ ഇതാക്കിയത്, അറിയാവോ? അല്ല, നാളെ എന്തായാലും തരും അല്ലേ? കൊടുക്കാൻ ഒക്കുവോ നിനക്ക്? അമ്മ, ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാശാണ്. അപ്പോൾ ഇന്ന് തരാന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ വന്നത്. അല്ല, എന്തല്ലാത് ആളുടെ കളിപ്പിക്കുന്നതിലെ സമയം എന്തായാലും ഇത്രയായില്ലേ? നാളെ പോട്ടെ, ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ വേണ്ട, ആ പൈസകൾ തന്നൂടെ? ഒരു വർഷമായി, ഒരു വർഷം ദമ്മടുത്തല്ലേ കാണിച്ചത്? മറന്നു പോയതായിരിക്കും. മറന്നു പോയതൊന്നല്ല, അവൻ മനഃപൂർവ്വം ചെയ്തതന്നെ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അയാളുടെ സംസാരവും കതറും ഒക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ച് പോയി. എന്നെ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്, ഉടനെ ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാം, 2 ദിവസം വാങ്ങിച്ചു തരാം, ഇങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ കൊടുത്തത്, അറിയാവോ? ഇപ്പൊ കാശും ഇല്ല, ട്രാൻസ്ഫറും ഇല്ല, വീട്ടിൽ വന്ന് ആട്ടി ഓട്ടിക്കുകയും ചെയ്തു. അയ്യോ, അയ്യോ അങ്ങനെ പറയുന്നത് കേട്ടോ, അങ്ങനെ ഞാൻ സത്യത്തിൽ നിങ്ങളുടെ ഭാഗത്താണ്, ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്. സാറ് മാത്രമേ മാന്യം സംസാരിച്ചുള്ളൂ. അല്ല ഞാൻ പറയാം 100% നിങ്ങൾ പറയുന്നതിലെ ന്യായം, അവൻ പറയുന്നതിനകത്ത് യാതൊരു സംഗതിയില്ല. എൻ്റെ കാശ് കിട്ടിയാലേ ഞാൻ പോവുള്ളൂ, സത്യം. എനിക്കല്ല ഇവിടെ വേറെ വഴിയില്ല. എന്നാ ചേട്ടൻ കാശ് മേടിച്ചിട്ട് പോയാ മതി. കാശ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. കൂടപ്പുറപ്പായ ഇങ്ങനെ തന്നെ വേണോടാ. കൂടെ പറഞ്ഞാൽ എങ്ങനെ വേണമെന്ന് പറഞ്ഞാല് കാശ് കൊടുക്കാനുള്ള പൈസ ആളുകളുടെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കണത്. മാനോട് സംസാരിക്കാൻ ഒരാളോട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് മാന്യമായിട്ട് സംസാരിക്കുന്നത്? പറഞ്ഞത് ചേട്ടാ തരാൻ തരാന്ന് മലയാളത്തിലല്ലേ ഞാൻ. പിന്നെ എന്താ ക്ലീറ്റസ് പറഞ്ഞ വീട്ടിൽ പൈസ കൊണ്ട് വീട്ടിൽ വന്നാൽ എടുത്തു തരാൻ എന്നെ പറ്റിക്കാനാണ് തരാന്ന് പറയുന്നത്. ഒരു വർഷമായിട്ട് തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടെ നീ മിണ്ടരുത്. വെളുക്ക ചിരിക്കാൻ മാത്രം അറിയാം, അല്ല ആൾക്കാരെ പറ്റിക്കാനായിട്ട്. കൊണ്ടുവരുമ്പോ കാശ് നിങ്ങൾ വാങ്ങി വീട്ടിനകത്ത് വെക്കാൻ പാടില്ലായിരുന്നു. അമ്മ കാര്യം ചെയ്യ്, നീ കയറി പോ. ചേട്ടാ സംഭവിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചേട്ടൻ്റെ പൈസ അത് ഉറപ്പായിട്ടും തരും, അതിലൊരു തർക്കമില്ല. പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അമ്മയെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പൈസ കിട്ടി ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ എനിക്ക് അല്ല ഒരു ഉറപ്പ് വേണം, പൈസ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. പൈസ അവ എന്തായാലും രാത്രി വരും, അല്ലെങ്കിൽ നാളെ വെളുക്കുന്നതിൻ്റെ ഉള്ളിൽ ആൾ എടുത്തും. പക്ഷെ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ അത് കേൾക്കാം. പക്ഷെ നമ്മൾ രണ്ടും ഒരേ അതാ ഞാൻ കീഴിൽ ജോലി. 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വീട്ടിൻ്റെ മുമ്പത്ത് വന്നിരിക്കുന്നത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം തന്നെയാണ്. നാണക്കേടാണ്, എനിക്കും നാണക്കേടാണ്, നിങ്ങൾക്കും നാണക്കേടാണ്. ആ പൈസ ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, ആ കാര്യം ഞാൻ ഏൽക്കാം. സമയം ഇത്രയൊക്കെ ആയില്ലേ, 8:30 മണി 9 മണി. എന്തായാലും ഇന്നൊരു രാത്രിയിൽ ക്ഷമിക്കണം, കാല് പിടിക്കാം. അമ്മ കാലൊന്നും പഠിക്കണേ, സത്യം. എനിക്ക് നിങ്ങൾ വാങ്ങിത്തരുന്ന ഉറപ്പാണോ? അല്ല സാറിൻ്റെ വീട്ടിൽ കുട്ടികളും ഭാര്യയും ഒക്കെ ഉള്ളതല്ലേ. ഇപ്പം ഇവിടെ പോണ്ട കുട്ടിയും അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പറയുന്നതാണ് അവർ. നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിത്തരുമെങ്കിൽ ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. വാങ്ങിച്ചു തരാം. എനിക്കിപ്പോൾ അതല്ലേ പറയാൻ ഉറപ്പാണല്ലോ. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞതല്ലേ, അവൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം, ഇത് വലിയ വഞ്ചനയായി. വഞ്ചന. ഉറപ്പല്ലേ, വഞ്ചന തന്നെയാണ്. വഞ്ചന തന്നെ ഇതിന് പറയേണ്ടത്. സാറ് ഉറപ്പ് പറയണമെങ്കിൽ ഞാൻ പോയിട്ട് നാളെ രാവിലെ. നിങ്ങൾ നാളെ വാ കേട്ടോ. സാർ ഒരു കാര്യം, സാറിന്റെ വാക്ക് കേട്ട് ഞാൻ പോകുന്നത്. ഓ പിന്നെന്താ. ഓക്കെ അമ്മേ,
എനിക്ക് വേറെ വഴിയില്ലാത്തതാണ് എനിക്കറിയാം, മനസ്സിലായി എനിക്ക്. ഓക്കെ. ഞാൻ നാളെ രാവിലെ വരും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നാളെ രാവിലെ വരും ഞാൻ. ശരി ശരി ശരി. എന്താണ് അവനെ അടിക്കുന്നത് നീ? ഓ, എന്തോടി സ്നേഹം എന്ന് പറഞ്ഞിട്ടോ നിനക്ക്? ആ? അന്യനടുത്ത് വന്നിരുന്നപ്പോഴത്തേന് എന്ത് എത്ര കാലം പിടിച്ചായതാ? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നീയുടെ? പോത്തെ അവൻ പോയത് നീ കണ്ടാ? ഞാൻ എവിടെ നിന്ന് പൈസ കൊടുക്കണം? അതല്ലാതെ നീ പറയുന്ന പോലെ ഞാനും കൂടി ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ അവനോട് ചൂടാവണം. ഇപ്പം പോയത് കണ്ട? അവൻ എവിടെയാണ്? ഈ ക്ലീറ്റസ് എവിടെയാണ്? എനിക്കറിയില്ലടാ. ഫോൺ വിളിച്ച് വിളിച്ച് ഞാൻ മടുത്തു. ഫോണ് കിട്ടണില്ല. നടരാജനെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല. പോയിന്നാവോ? അവൻ എന്ത് തരികിടകളാണ് ഈ കാണിക്കുന്നത്? ഈ കണക്കിനാണ് ഇനി അവന്റെ പോക്കെങ്കിൽ അവന്റെ തല ആരെങ്കിലും ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കുക. ഇത് ഉറപ്പായിട്ട് പറ്റിച്ചാണമ്മ. പിന്നെ അല്ലാതെ അവൻ കബളിപ്പിച്ചതാണെന്ന്. അല്ലടാ, അങ്ങനെ ചെയ്യൂലടാ, മറന്നു പോയതായിരിക്കും. എന്ത് പറഞ്ഞു പോണത്? പൈസ വാങ്ങിച്ച അറിയാലോ. ഇന്ന് ഒരു ഡേറ്റ് പറഞ്ഞാലോ അവനോട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് വാ, ഞാൻ പൈസ തരാമെന്ന് അവരോട് പറഞ്ഞല്ലേ. ആ പറഞ്ഞ ദിവസം നോക്കിയിട്ട് പോകാൻ മുങ്ങാൻ നിൽക്കുന്ന എന്തിന്? എടാ, ഇന്ന് ക്ലീറ്റ് ഇറങ്ങാൻ നേരത്തെ എന്നോട് കുടുംബശ്രീയില് മറ്റേ ചിട്ടി കിട്ടിയോന്ന് ചോദിച്ചു 25,000 രൂപ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നിനക്ക് കുടുംബശ്രീയിലെ കാശ് കിട്ടിയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? കിട്ടാതിരുന്നത് ഭാഗ്യം. എങ്കിൽ അതും കൊണ്ട് അവൻ മുങ്ങിയേനെ. ആ പൈസ കിട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മനഃപൂർവ്വം ഇവിടുന്ന് മുങ്ങിയതാണ്. മുങ്ങിയതാണടി. ഇത് പറ്റിച്ചതാണ്. ഇത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവൂലേ അത്? എന്താ കളിക്കുകയാണ്? ഞാൻ അവനെ ഇന്നൊന്നിലും കാണാൻ തുടങ്ങിയൊന്നല്ലോ. എനിക്കറിയാവനെ. അങ്ങനെ ചെയ്യോ? എന്താ ക്ലീറ്റോ ചെയ്യാന്ന്? ഇവിടെ ഞാനില്ലേ സമാധാനം പറയാം. ഇല്ലെങ്കിൽ അമ്മ ഉണ്ടല്ലോ, അമ്മ എടുത്തു കൊടുക്കും. വേണ്ട, യവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ദേഷ്യമാണല്ലോ. അവൻ കാണിക്കുന്ന കുറ്റത്തിന് അവൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തോ യുദ്ധമാണ് ഇവിടെ. നീയാണ് ചാടി ഇറങ്ങുന്നത് അവന്റെ നാക്ക് പിടിച്ച് വലിച്ചു വിടുവാനായിട്ട്. നന്നായിരിക്കും നീ കണക്കിന് പോയാ. വേണം പോലെ വരട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? നാളെ വരുമ്പം പൈസ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറയണം. ഫോൺ ചെയ്യുന്നെങ്കിൽ പ്രത്യേകിച്ച് ഈ വിവരം പറഞ്ഞേക്കണം ഇവിടെ വന്ന് കാണിച്ചതൊക്കെ. മനസ്സിലായല്ലോ? ആ, അതിന് വിളിച്ചിട്ട് കിട്ടണ്ടേ അമ്മേ? വരണു. ചേട്ടാ, പൈസ നാളെ ഞാൻ കവലയിൽ വരുമ്പോൾ തരാം. ശരി. നിന്റെ ഫോൺ എന്തി? നിന്റെ ഫോൺ എവിടെയാണ്? ഫോണൊക്കെ കളഞ്ഞു പോയാളി. അതെല്ലാം ഒരു വലിയ കഥയാ. എങ്ങനെ? കുറെ സംഭവങ്ങളുണ്ടായെന്നെ. നിനക്ക് ഇത്ര നേരമായിട്ട് ഈ കുടുംബത്തോട്ടൊന്ന് വിളിക്കാൻ പറ്റിയില്ലേ? തങ്ക, അതല്ലേ ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞ. എന്റെ ഫോണ് കളഞ്ഞു പോയി. നിങ്ങൾ ഇന്ന് ആർക്കാ പൈസ കൊടുക്കാന്ന് പറഞ്ഞത്? പൈസ? നീ സദാശിവൻ എന്ന് പറഞ്ഞ ഒരാളെ അറിയില്ലേ? ഏത് സദാശിവൻ? ആ കുട്ടീഷ്ണ വൈദ്യരുടെ ചെറുമോൻ. അയാൾക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മറ്റേ സർവേ ഡിപ്പാർട്ട്മെന്റ് ജോലിയുള്ള അവന്. അവന്റെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിച്ചില്ലേ? പൈസ ഞാൻ അത് ട്രാൻസ്ഫറിന്റെ കാര്യത്തിലല്ലേ. അത് മേടിച്ച് അവന് ട്രാൻസ്ഫർ ശരിയായി കൊടുക്കുമല്ലോ. അത് പറഞ്ഞിട്ട് എത്രയായി? 1 വർഷമായില്ലേ? അത് തന്നെയാ. അതിപ്പോ എടുപിടിന്ന് പറഞ്ഞാൽ ഉടനെ നടക്കില്ല ഇതൊന്നും. അതിനൊക്കെ അതിൻ്റെതായ സമയം. നിങ്ങൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞത്? ഞാൻ അവനോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത് എന്ത് പറയാതെയാണ് അയാൾ ഇത്ര നേരം ഇവിടെ വന്നിരുന്നത്? അവൻ ഇവിടെ വന്നില്ല. അത് എന്നെ കണ്ട് എന്റെ പൊന്ന് ക്ലീറ്റസ്, നിന്നെ കൊണ്ട് വലിയ ശല്യമായി മാറിയിട്ടുണ്ട് കേട്ടോ. ആ തമാശ പറയുന്നതല്ല, അങ്ങേയറ്റം ഗതി കെട്ടോണ്ട് പറയുന്നതാണ്. ഇതൊരു കഷ്ടമാണ്. എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇത്ര നേരത്തെ രാവിലെ വന്നിട്ട് അയാൾ ഇവിടെ കുത്തിരിക്കുന്നു. അല്ലയാ, അത് അവൻ എന്നെ കണ്ട് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വേണ്ടി. എന്തോ സംസാരിക്കാം. ഞാനും അമ്മ കാല് പിടിച്ചോണ്ടാണ് ഇപ്പോൾ പോയത്. എന്തിനാ അതിന്റെ ആവശ്യം? അവനോട് എന്തൊക്കെ അനാവശ്യം പറഞ്ഞു? ഇത് ഈ ക്ലീറ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. ഇത്ര നേരം കുടുംബത്തോട്ട് വിളിക്കാം, അത് സമ്മതിക്കൂല. എടീ, ഫോണ് കളഞ്ഞു പോയിന്ന് പറയില്ലേ കുറെ സംഭവം. അതെ, നിക്ക്. നിങ്ങൾ ഇന്ന് ഉടുത്തൊരുങ്ങി എവിടെ പോയതാ? നിങ്ങൾ രാവിലെ പാർട്ടിയുടെ പരിപാടി ഉണ്ട്, എറണാകുളത്ത് പോവാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയത്? നിങ്ങൾ എറണാകുളത്ത് ചെന്നിട്ടില്ല, അതെനിക്കറിയാം. നിങ്ങൾ എവിടെ പോയിന്ന് എനിക്ക് കൃത്യമായിട്ട് പറയണം. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. അതിപ്പം ഞാൻ എറണാകുളത്ത് എത്തിയില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു അല്ലേ? ആ, എവിടെ പോയതാന്ന് എനിക്ക് പറയണം. എന്നിട്ട് നിങ്ങൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. മക്കളെ, ഇതിനടി കാര്യമാണത്. അയ്യേ, ഇത് നമ്മൾ ചുമ്മാ കാര്യം പറയണല്ലേ, വിഷമിക്കണ്ട. അതെ, ഇന്നുണ്ടായ സംഭവം ഞാൻ പറയാം. നിങ്ങൾ കേൾക്കാനുള്ളൊരു സന്മനസ് കാണിക്കോ? എന്നാ ഞാൻ പറയാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോയിൽ ചെന്ന് ഇറങ്ങിയതും ഓട്ടോയിൽ നിന്ന് നോക്കിയപ്പോൾ
തക്കളിമൂളെ പോലെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ വണ്ടി ഇടിച്ചിട്ട് ഞാൻ പിന്നെ നേരെ എടുത്ത് അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനെ ചികിത്സയെല്ലാം ചെയ്ത് വേണ്ട ഏർപ്പാടെല്ലാം ചെയ്ത് പിന്നെ അതിൻ്റെ രക്ഷകർത്താക്കൾ വന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വരുന്ന ആശുപത്രിയിൽ നിന്ന്. എന്നിട്ട് കൊച്ചിനെന്തിനും പറ്റിയോ? കൊച്ചിന് ഇച്ചിരി സീരിയസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ തരണം ചെയ്ത് സമാധാനമായി. ആശുപത്രിയിലാണോ ഇപ്പോഴും? ഞാൻ മീറ്റിങ്ങിന് പോലും പോവാതെ അതിൻ്റെ പിന്നാലെ ആയിപ്പോയി. അതല്ലേ അത് പറയാൻ ഏതെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചു പറയാൻ പാടില്ല എൻ്റെ ക്ലീറ്റോ. തങ്ക, അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അത് നിനക്ക് പറഞ്ഞാൽ ഇത് ഒന്നും മനസ്സിലാക്കരുത്. നമ്മളെ പോകണമല്ലോ, ഇനി ആരുടെങ്കിലും അതൊക്കെ ചോദിക്കാതെ മോശമല്ലേ, അതൊക്കെ പറയാം. നീ വാ. പിന്നെ അളിയാ വേറൊരു കാര്യം പറ. ഞാൻ ആരെയെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാനും അയാളോട്ടുള്ള ഇടപാടങ്ങ് തീർത്തോളാം. അതിന് അളി ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? നീ തീർക്കോ തീർക്കാതിരിക്കോ എന്ത് വേണേ ചെയ്തോ, പക്ഷെ നീ ഇനി കടം വാങ്ങിയിട്ടുള്ള ആളുകൾ ഈ വീട്ടിന് മുമ്പിൽ വന്ന് കാവലിരിക്കാൻ നിൽക്കരുത്. ഇത് അവസാനം പറയുന്നതാണ് കേട്ടാ. എൻ്റെ അളിയ ഇനി ഇവിടെ ആരും വരില്ല. ഇത് അവന് തലയ്ക്കാൻ കണ്ടത്. നീ വന്നേ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ വന്നത് ബഹളം ഉണ്ടാകും. ഒരു കാര്യമില്ല. ചോരയൊക്കെ പോയി. ഇവൻ എന്ത് ചെയ്യും അമ്മ? എന്തോ പറയാനാ, എന്തായാലും അവൻ നന്മയുള്ളവനാണ്. ഞാൻ പറയാല്ല, ഒരു കൊച്ചിനെ അവൻ രക്ഷിച്ചില്ലേ. ഇതാണ് നമ്മുടെ നാട് വിട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. ആനമുട്ട എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴാണ്. എന്തത്ര ആലോചിക്കണ ക്ലീറ്റ? കഴിഞ്ഞ ആലോചന ഞാൻ ആലോചിക്കായിരുന്നേ, ഈ കള്ളന്മാരെ ഫോണും എടുത്തോണ്ട് പോയി എന്നുള്ളതാണേ. ആശുപത്രി കൊണ്ടുപോകണതിനിടയ്ക്ക് അതുപോലും. ക്ലീറ്റോ എന്തിനാ ക്ലീറ്റോ എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കണം ക്ലീറ്റോ? എനിക്കോ ഉപദ്രവമാണ്. അത് പോട്ടെ, ഇപ്പൊ നാട്ടിലും ഇറങ്ങി തുടങ്ങി. അയാളുടെ ഇന്ന് ഇത്രയും പൈസ നിങ്ങൾ എന്ത് കാര്യത്തിന് മേടിച്ചതാ? അതെ, അവന്റെ ട്രാൻസ്ഫറിന്റെ സംഭവം ഏതാണ്ടെല്ലാം ഓക്കെ ഇരിപ്പുണ്ട്. ഏതാണ്ടല്ലോ ഓക്കെ. നിങ്ങൾ വിചാരിച്ച നടക്കോ ക്ലീറ്റോ? ഞാൻ ഇന്നലെയും കൂടി പ്രസിഡന്റുമായിട്ട് സംസാരിച്ചത്. ഇന്നലെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചോ നിങ്ങള്? ഇല്ല, ഇന്നലെ നിങ്ങൾ കൊച്ചിനെ രക്ഷിക്കാൻ പോയതല്ലേ? പ്രസിഡന്റുമായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞ് ആണല്ലോ എറണാകുളത്ത് പോയപ്പോ മനസ്സിലുണ്ടായിരുന്നു. അവൻ ഇവിടെ വരുമെന്ന് കിടന്ന് ഉരുളാൻ ഈ കുടുംബത്ത് വന്ന് ഈ കടക്കാർ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നാണാവൂലേ ക്ലീറ്റോ? അന്ന് അത് പറഞ്ഞിട്ട് എന്നോടൊന്ന് പറഞ്ഞിട്ട് വേണ്ടി ഇന്ന് പൈസ കൊടുക്കാൻ ആള് വരും, ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഞാൻ രാവിലെ ഇവിടുന്ന് പോയാ വെപ്രാളം അറിയാലോ, ഞാൻ അത് വിട്ടുപോയതാ ഈ കാര്യം. നിങ്ങൾക്ക് എന്ത് കാര്യം ഓർമ്മയുണ്ട്? വിട്ടുപോയതാ. തുള്ളാൻ പോവാൻ നല്ല ഇഷ്ടമാണല്ലോ. കുടുംബത്തെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യരുത്. ഇവിടെ വരുമെന്ന് ഞാൻ ഇങ്ങനെയൊന്നും പറയാനല്ല ഞാൻ വിചാരിച്ചത്. പിന്നെ നല്ല കാര്യം ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയണില്ല. ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഒരു സൈഡിൽ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ വേറെ സൈഡിൽ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അയാളുടെ ഭാര്യ എന്ത് ചെയ്യണം, അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ചുമ്മാ എപ്പോഴും കുറ്റപ്പെടുത്തി അളിയവാ വാടാ. അല്ലേ, ഞാൻ ഇന്നലെ ആ പൈസക്ക് വന്നില്ലേ, അയാളുടെ കാര്യം പറയായിരുന്നു. അതൊക്കെ എങ്ങനെ സംഭവിക്കും? അതൊക്കെ ഇപ്പം ആണുങ്ങളാകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ പൈസ ഇടപാടുകളിലൊക്കെ നമ്മൾ ഇടപെട്ടും എനിക്ക് ചായ എടുക്കളിയിൽ. ചായ ഇടാൻ എനിക്ക് പറ്റില്ല, ചായ തോന്നുന്നു. ചായ പിടിച്ചോ? എന്ത് പിന്നെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേ? എന്താടാ എന്ത് പറ്റിയ? ആര് രക്ഷിക്കാൻ പോയതെന്ന് പറഞ്ഞു? രക്ഷിക്കാനോ? അല്ല, നല്ല ആരോ രക്ഷിക്കാൻ പോയെന്ന് പറഞ്ഞു. അത് ഞാൻ രക്ഷിക്കാൻ പോയതല്ല, പോയ വഴിയിൽ ഒരു അപകടം കണ്ടപ്പോ രക്ഷിച്ചു, അത്രേ. അല്ല, കഥ എന്ന് പറ. ഞാൻ പറയാം. വേണ്ട, അവൻ പറയട്ടെ. എനിക്ക് അവന്റെ വായിൽ നിന്ന് അത് കേൾക്കണം. പറഞ്ഞു. ഞാൻ പറയാം. അത് ഒന്നും ഇല്ലടിയാ, അവള് പറയും. ഞാൻ പറയട്ടെ. ഇവിടുന്ന് ക്ലീറ്റോ രാവിലെ ഇറങ്ങിയല്ലോ. അപ്പോ 9:50 ട്രെയിൻ. ഇവിടുന്ന് റോട്ടിലോട്ട് കയറി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോയി. നല്ല തിരക്കുണ്ട് ആ സമയം, അറിയാലോ, സ്കൂൾ പിള്ളേരുടെയും ജോലിക്കാരുടെയും ഒക്കെ തിരക്കിന്റെ സമയമാണല്ലോ. ക്ലീറ്റോ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി 9:50 ട്രെയിൻ. ക്ലീറ്റോ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയം റോഡിലോട്ട് നോക്കിയപ്പോൾ ഒരു പെൺകൊച്ച് ചെറുത് റോഡ് ക്രോസ് ചെയ്യണു. മോളെ ചെയ്യല്ലേ എന്ന് പറയാൻ തുടങ്ങലും
ഓടിയ കൊച്ച് പുറകെ ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് പോയി. അത് വല്ലാത്തൊരു ഇതായി ക്ലീറ്റസ് സ്തംഭിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എല്ലാവരും എടുക്കണോ വേണ്ടയോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കാണ്. നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ അളിയാ, നമ്മളൊരു പൊതുപ്രവർത്തകനല്ലേ. ഈ ക്ലീറ്റോ ഒന്ന് പറയട്ടെ, ക്ലീറ്റോ ഒന്നും നോക്കിയില്ല, ഓടി അങ്ങ് ചെന്ന് ഈ കൊച്ചിനെ കൂടെ വാരി അങ്ങ് എടുത്തിട്ടോ ഒരു ചോദ്യ. ആരുമില്ലേടാ ഇതിനൊന്ന് രക്ഷിക്കാൻ, എടുക്കടാ വണ്ടി. ക്ലീറ്റോന്റെ ആഘോഷത്തില് ചുറ്റും നിന്നവര് പിടിച്ചുപോയി. ഏതോ ഒരുത്തനെ എവിടുന്ന് ഒരു ഓട്ടോ കൊണ്ടുവന്ന് ക്ലീറ്റ് അതിനെ വാരി അങ്ങ് തരും. ആ ഈ വാരി എടുക്കുന്ന സമയമുണ്ടല്ലോ, കുഞ്ഞിപ്പോ ഫോണും കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, പാർട്ടിയുടെ രേഖകളൊക്കെ ഉള്ള ഒരു ബാഗ്. ആൾക്കാരാണ് നോക്കണേ. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് അടിച്ചോണ്ട് ആളുണ്ടെന്നുള്ളതാണേ. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊച്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസയൊക്കെ ചെലവാക്കി. അതിന്റെ രക്ഷകർത്താക്കള് 2 ഉദ്യോഗസ്ഥരാ, അവര് വരാൻ വൈകി ചോര കൊടുത്തില്ല ക്ലീറ്റോ. അങ്ങനെ പാവ ക്ഷീണിച്ച അങ്ങനെ എത്തിയത്. ഒരു പൊതുപ്രവർത്തനാകുമ്പോ ഇതൊക്കെ ചെയ്തേ പറ്റുമോളെ. അല്ല ഇന്നലെ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ പെട്ടെന്ന് എന്റെ കഥയൊന്നും കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റിയില്ല. ഇന്നലെ കിടക്കാൻ തുടങ്ങിയപ്പോഴാ ഇതൊന്നും പബ്ലിസിറ്റി കൊടുക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ലേ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല. സത്യം പറഞ്ഞ ഈ ക്ലീറ്റസിനെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നുണ്ട്. അല്ല ഇങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യുന്ന ഒരു അളിയെന്ന് പറയുമ്പോഴേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം. ദൈവം ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്, ക്ലീറ്റോ നീ ഇത് ചെയ്യണം, അപ്പൊ അതങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു എല്ലാം ദൈവം കാണുന്നുണ്ട് അല്ലേ. പിന്നെ ഇരിക്കുന്നവനല്ലേ എല്ലാം. എടി നീ ഇന്നലെ പറഞ്ഞ പോലെ ക്ലീറ്റസിന്റെ പടമൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഏതാ നോക്കിയേ കണ്ടോ? പടം മാത്രല്ല ന്യൂസ് ഉണ്ട്. അല്ല അതൊന്നും ഇല്ലടിയാ, ഫോട്ടോയൊക്കെ വരെ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് വരും വാർത്തകൾ. ഒരു കാര്യം ചെയ്യേ, അത് വാർത്ത നീ വായിക്കണ്ട, വാർത്ത വായിച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ കഥ. അല്ലാതെ വാർത്ത വായിക്കും ക്ലീറ്റസ്. എന്തിനാണ് ഇതൊക്കെ? ഇതൊക്കെ പത്രക്കാരെ ഓരോരോ. അത് സാരമില്ല, ക്ലീറ്റോനെ കുറിച്ച് നല്ല വാക്ക് കേൾക്കണം, ഞങ്ങൾക്ക് സന്തോഷമല്ലേ. ഞാൻ വായിക്കാം. ഒന്നുമില്ല, ഇതൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതല്ലേ. വായിക്കടാ പത്രം, ഇത് വായിക്കും, ആ ന്യൂസ് വായിക്കും. നീ ആ ന്യൂസ് വായിച്ചിട്ട് ഇവിടുന്ന് എണീറ്റാ മതി. അല്ല അളിയും വായിച്ചല്ലോ, അത് മതി. ഞാനും വായിച്ചു, നാട്ടുകാർ മൊത്തം വായിച്ചു കാണും. നീ വായിച്ചില്ലല്ലോ, നീ വായിക്കും. ഇപ്പം അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യം ഉണ്ടല്ലോ. എന്താ നിനക്ക് മലയാളം അറിഞ്ഞൂടെ? അറിയാം. ആ എന്നാ പിന്നെ ഇത് വായിക്ക്. ഒന്നുമില്ല, വായിക്കണത് വായിക്ക്. ആ വാർത്ത നീ മുഴുവൻ വായിച്ചില്ലെങ്കിൽ ഇതിനെ മോന്ത ഞാൻ കുത്തിയാണ് പരത്തും. വായിക്ക്. ട്രെയിൻ യാത്രക്കിടെ യുവ നേതാവ് കുഴഞ്ഞു വീണു. ഉറക്ക വായിക്കും, ഒന്നുകൂടെ വായിക്കും. ഉറക്ക അതല്ല, മറ്റത് വായിക്ക്. വായിക്ക്. തീവണ്ടി യാത്രക്കിടയിൽ യുവ നേതാവ് കുഴഞ്ഞു വീണു. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പാർട്ടി മീറ്റിങ്ങിന് പോവുകയായിരുന്ന യുവ നേതാവ് സഹയാത്രികൻ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ച് കുഴഞ്ഞു വീണു. ആ പൊതുപ്രവർത്തകന് പേരുണ്ടല്ലോ. ക്ലീറ്റസ് മത്തായി, 42 വയസ്സ്. ബാക്കി വായിക്കും. സഹയാത്രികരും റെയിൽവേ പോലീസും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും രേഖകളടങ്ങിയ ബാഗും നഷ്ടമായി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? എടാ നീ ഒരാളെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ 100 ആള് നിന്നെ പറ്റിക്കാൻ വേണ്ടി കാത്ത് ഇങ്ങനെ ഉണ്ടാവും. അത് മനസ്സിലാക്കുക ആദ്യം. ട്രെയിനിൽ വെച്ചിട്ട് പരിചയമില്ലാത്ത ആളുകൾ വല്ലതും തരുമ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് കുട്ടികൾക്കടക്കം അറിയാലോ. അതുപോലെ അറിയില്ല ഈ മാങ്ങാത്തൂലിന്. ഇതും അറിയാത്ത നീയാനടാ ഈ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നത്. ഭർത്താവിനെ പറ്റി നല്ല മതിപ്പാണല്ലോ. വെട്ടിയെടുത്ത് ഒട്ടിക്കടി ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കി, നന്നായിരിക്കും. പോയി നോക്ക്, എന്താ പണി?
Alien versus Alien.